പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് രാവിലെ തന്നൊരു വചനം എനിക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അത് നിങ്ങളെ ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് സക്കറിയ പ്രവചനത്തിൽ 3-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യമാണ്. പ്രധാന പുരോഹിതനായ ജോഷുവായും അവൻ്റെ മുൻപിലിരിക്കുന്ന നല്ല ഭാവിയുടെ അടയാളങ്ങളായ അവൻ്റെ സ്നേഹിതരും കേൾക്കട്ടെ. പ്രധാന പുരോഹിതനായ ജോഷുവ വിളിച്ചപ്പോൾ വന്ന അവൻ്റെ മുമ്പിലിരിക്കുന്ന നല്ല ഭാവിയുടെ അടയാളങ്ങളായ അവൻ്റെ അജഗണങ്ങളും കേൾക്കട്ടെ. നിങ്ങളെക്കുറിച്ച് പറയുന്നത് നല്ല ഭാവിയുടെ സൈൻ എന്നാണ്. നല്ല ഭാവിയുടെ സൈൻ, ദ സൈൻ ഓഫ് ഗുഡ് ഫ്യൂച്ചർ, അല്ലേ? നല്ല ഭാവിയുടെ അടയാളങ്ങളായ അവൻ്റെ സ്നേഹിതന്മാർ. അപ്പം നിങ്ങളെക്കുറിച്ച് കർത്താവിന് വലിയ സന്തോഷമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ എനിക്ക് ഈ ഒരു ദേശത്തോട് വലിയ അനുകമ്പയും പ്രത്യേകിച്ച് ഇവിടുത്തെ ആളുകളോട് വളരെ വലിയൊരു ഹൃദയത്തോടൊരു തുറവിയും സ്നേഹവും തോന്നാൻ ഒരു കാരണം നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി ദാഹമുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് എനിക്ക് ഈ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെക്കുറിച്ച് പറയാനുള്ളത്, ദൈവത്തിന് വേണ്ടി അതീവമായി ദാഹിക്കുന്ന ഒരു ജനത, ദൈവത്തിന് വേണ്ടി തീവ്രമായ ആഗ്രഹിക്കുന്ന ധാരാളം കുടുംബങ്ങൾ, ദൈവത്തിന് വേണ്ടി തീവ്രമായി ആഗ്രഹിക്കുന്ന അനേകം കുട്ടികളും യുവതി യുവാക്കന്മാരും ഈ പ്രദേശത്തുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മറിച്ചുമുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നല്ലത് കാണുക. Praise the Lord. Praise the Lord. Hallelujah. 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 അപ്പോൾ ദൈവത്തിന് വേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹമുള്ള ഒരുപാട് പേര് വസിക്കുന്ന ഒരു രൂപതയാണ് ചിക്കാഗോ രൂപത. അതുകൊണ്ട് ചിക്കാഗോ രൂപതയുടെ ജൂബിലി കൺവെൻഷനിൽ പങ്കെടുക്കുമ്പം എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹമുള്ളൊരു കാര്യം, ഈ 25 വർഷം നമ്മളെ കർത്താവ് നമുക്കിവിടെ രൂപത നൽകി, ഇടയന്മാരെ നൽകി, അജപാലകരായി വൈദികരെ നൽകി, പിന്നെ നമുക്ക് ധാരാളം ധ്യാനങ്ങൾ, ആത്മീയ ശുശ്രൂഷകൾ കർത്താവ് കരുണ ചൊരിഞ്ഞ് നിങ്ങളുടെ ആഗ്രഹവും ദാഹവും കണ്ട് അനുഗ്രഹിച്ചതിവിടെ നൽകി. എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ ഈ കൺവെൻഷൻ്റെ വിഷയം തന്നെ എന്താണ്? നോട്ട് ബൈ Walk by faith, not by sight. നോട്ട് ബൈ സൈറ്റ്, Walk by faith. ബട്ട് ബൈ ഫെയ്ത്ത്, അല്ലേ? കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കീ വചനമാണത്. കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ഞങ്ങൾ ശക്തി പ്രാപിക്കുന്നത്. നിങ്ങൾ അനേകം പേര് ഇവിടെ നിങ്ങളുടെ ഭൗതികമായ നിങ്ങളുടെ മാനുഷികമായ നേത്രങ്ങൾ കൊണ്ട് നിങ്ങൾ കാണുന്നതിനും അപ്പുറത്ത് ആത്മീയമായി നിങ്ങൾ കാണാൻ പരിശ്രമിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ദൈവരാജ്യം വളരാൻ കഷ്ടപ്പാടുകൾ സഹിക്കാൻ സാധിച്ചത്. ഇവിടെ ഇരിക്കുന്ന ധാരാളം പേര് ഇവിടെ ദൈവരാജ്യം വളരാൻ കഷ്ടപ്പാടുകൾ സഹിച്ചവരാണ്. ഇവിടെ ദൈവരാജ്യം വളരാൻ വേദനിച്ച് പ്രാർത്ഥിച്ചവരാണ്. ഇവിടെ ദൈവരാജ്യം വളരാൻ, ഇവിടെ രൂപതയുടെ ശുശ്രൂഷകൾ ശക്തി പ്രാപിക്കാൻ, ഇവിടെ കുടുംബങ്ങൾ ദൈവത്തിലേക്ക് അടുക്കാൻ, ഇവിടുത്തെ യുവജനങ്ങളും കുട്ടികളും ദൈവത്തിലേക്ക് വരാൻ ഒരുപാട് വേദനിച്ച് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചവരാണ്. സമ്പത്ത് വ്യയം ചെയ്തവരാണ്, ആരോഗ്യം വ്യയം ചെയ്തവരാണ്. ഇതിനുവേണ്ടി പലതരത്തിലുള്ള നെടുവീർപ്പുകളും ത്യാഗങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും മനക്ലേശങ്ങളൊക്കെ സഹിച്ചവരാണ്. അതിന് നമ്മളെ ബലപ്പെടുത്തിയത് നമ്മുടെ ഭൗതികം. അതുകൊണ്ട് നമുക്ക് ഭൗതികമായി കിട്ടുന്ന നേട്ടത്തെക്കാൾ ഉപരി നമ്മുടെ ഉള്ളിൽ ഇവരുടെ എല്ലാവരുടെയും നിത്യജീവന് വേണ്ടിയുള്ള ദൈവികമായ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് നമുക്കങ്ങനെ കഷ്ടപ്പാടുകൾ സഹിക്കാൻ ദൈവം ശക്തി തന്നത്. വേറൊരു വാക്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവരാജ്യത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയവർ എന്ന വിഷയമാണ്. ദൈവരാജ്യത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? നമുക്ക് വേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതല്ല സത്യം, ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് സത്യം. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് സത്യം. ദൈവത്തിൻ്റെ വചനമാണ് സത്യം. പുത്രനായ യേശു ക്രിസ്തുവാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സത്യത്തെ മുറുകെ പിടിക്കുമ്പോൾ നമ്മൾ അഭിലഷിക്കുന്നതിന് എല്ലാത്തിനേക്കാളും ഉപരി വിലയുള്ളതാണ് അതെന്ന് നമുക്ക് ബോധ്യം വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ അതിനു വേണ്ടി നഷ്ടങ്ങൾ സഹിക്കുകയുള്ളൂ. ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയ 1-2 പേരെ ബൈബിളിൽ നിന്ന് ആദ്യം ഒന്ന് പരിശോധിക്കുകയാണ്. ഏറ്റവും ആദ്യമായി നമ്മൾ പരിശോധിക്കുന്നത് പൂർവ്വപിതാവായ ജോസഫിനെയാണ്. പൂർവ്വപിതാവായ ജോസഫ് യാക്കോബിൻ്റെ 12 മക്കളിൽ ഒരാളാണ്.
നിങ്ങളും ചില 12 മക്കളുടെ കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരിനകത്തിരിക്കേണ്ടെന്ന് എനിക്കറിയാം. Praise the Lord. Praise the Lord. യാക്കോബിൻ്റെ 12 മക്കളിൽ ഒരാളാണ്. ആൾക്ക് യാതൊരു കേടുമില്ലാതെ സുഖമായിട്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഓരോരോ സ്വരങ്ങൾ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ഓരോരോ സ്വപ്നങ്ങൾ. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ ഓരോരോ സ്വപ്നങ്ങളും ഓരോരോ ചിന്തകളൊക്കെ വന്ന് അങ്ങനെയാണ് ഓരോ മിനിസ്ട്രികളിൽ നിങ്ങൾ ആക്റ്റീവായത്. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഇവിടെ ഇരുന്ന് പടവലങ്ങ പോലെ, പടവലങ്ങ, തക്കാളിക്ക, മത്തങ്ങ, ചേന, ചേമ്പ് പോലെ നശിച്ചു പോവുകയുള്ളൂ. Praise the Lord. Praise the Lord. എത്രയോ പടവലങ്ങ ഭൂമിയിലും ഉണ്ടായിട്ട് നശിച്ചു പോയി. എന്താ ഗുണം? അനുകൂലമില്ല, പ്രതികൂലം എല്ലാം അങ്ങനെ പോയി. അതുപോലെ നമുക്ക് നിത്യജീവൻ ഇല്ലെങ്കിൽ നമ്മൾ ഈ മത്തങ്ങയും ചേനയും കുമ്പളങ്ങയും മത്തങ്ങയൊക്കെ പോലെയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഈ ഒരു കൃപ കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ദൈവരാജ്യത്തിന് വേണ്ടി നഷ്ടപ്പെടുത്താൻ നിങ്ങൾക്ക് ഒരു ധൈര്യം ഉണ്ടായത്. പൂർവ്വപിതാവായ ജോസഫ് അങ്ങനെ സ്വപ്നങ്ങൾ കിട്ടി, ആഗ്രഹങ്ങളുണ്ടായി, കർത്താവിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരൻ, അന്ന് തൊട്ട് കഷ്ടതകൾ ആരംഭിച്ചു. കഷ്ടതകൾ ആരംഭിച്ചെങ്കിലും ജോസഫ് ഉപേക്ഷിച്ചില്ല, ദൈവത്തെ ഉപേക്ഷിച്ചില്ല, ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ചില്ല. ദൈവം പറഞ്ഞ ഒരു ചെറിയ കാര്യം പോലും ജോസഫ് വെറുതെ വിട്ടില്ല. നമ്മളോടും ഈ ജോസഫിനോട് സംസാരിച്ച പോലെ ദൈവം സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ ഇൻസ്പിറേഷൻസ് തരുന്നുണ്ട്, നല്ല പ്രചോദനങ്ങൾ നൽകുന്നുണ്ട്. ഏത് സ്വപ്നമാണോ ദൈവത്തിൽ നിന്നൊരു വ്യക്തി സ്വീകരിക്കുന്നത്, അതിനുവേണ്ടി അത് മുറുകെ പിടിക്കണമെങ്കിൽ അതിനുവേണ്ടി ധൈര്യം ആവശ്യമാണ്, അതിനുവേണ്ടി ഒരു നിലപാട് ആവശ്യമാണ്, അതിനുവേണ്ടി നമ്മൾ നഷ്ടപ്പെടുത്തണം, അതിനുവേണ്ടി നമ്മൾ കഷ്ടതകൾ സഹിക്കണം. അങ്ങനെ പൂർവ്വപിതാവായ ജോസഫ് മുറുകെ പിടിച്ചു, ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ മുറുകെ പിടിച്ചു. ദൈവം ഈ ജോസഫിന് വെളിപ്പെടുത്തി കൊടുത്ത വെളിപ്പെടുത്തലുകൾ മുറുകെ പിടിച്ചു. അപ്പോൾ ഏത് വ്യക്തിയെയാണോ ദൈവരാജ്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്, ആ വ്യക്തിയിൽ നിന്ന് ദൈവം ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്രൈസ്, ഒരു വില, അതാണ് ദൈവരാജ്യത്തിന് വേണ്ടി ലോകത്തിലുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി കളയും. അത് നിങ്ങൾ നഷ്ടപ്പെടുത്തിയില്ലെങ്കിൽ ദൈവം തന്നെ വന്നത് എടുത്തുകൊണ്ട് പോകും. ആരോഗ്യമുള്ളവരുടെ ആരോഗ്യം, സൽപ്പേരുള്ളവരെ സൽപ്പേര് മുഴുവൻ നഷ്ടപ്പെടുത്തി കളയും. ഞാനൊന്നും പറയണില്ല. പ്രൈസ്. നിങ്ങൾ എന്താണോ ഏറ്റവും, എനിക്ക് ഏറ്റവും വിലയുള്ളതാണ്, ഞാൻ മറ്റുള്ളവരെ പൈസ വാങ്ങിയെന്നൊരു ചീത്തപ്പേര് കേൾപ്പിക്കരുത്. ഒരു വികാരിയായി അന്ന് തൊട്ട് എൻ്റെ ഒരു തീരുമാനമാണ്. എന്നാൽ എൻ്റെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഭൂമിയിൽ ദൈവത്തോട് അത് ഞാൻ നഷ്ടപ്പെടുത്തില്ല, ബാക്കി എന്ത് നഷ്ടപ്പെടുത്തിയാലും കുഴപ്പമില്ല എന്ന് അതെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ആ സൽപ്പേര് നിങ്ങൾ എന്താണോ കാര്യമായിട്ട് കരുതുന്നത് അതെല്ലാം ഇസഹാക്കുമാരെ എല്ലാം എടുത്തുകൊണ്ട് പോകും. Praise the Lord. Hallelujah. നിങ്ങളുടെ കുടുംബമാണ് നിങ്ങൾ വലുതായി കാണുന്നതെങ്കിൽ കുടുംബക്കാരെല്ലാം നിങ്ങൾ ചീത്ത വിളിക്കാൻ തുടങ്ങും. നിങ്ങൾ, അതായത് വേറൊരു വാക്കി പറഞ്ഞാൽ, ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഒരു സ്വപ്നം നിങ്ങൾ ഏറ്റുവാങ്ങിയാൽ, ദൈവത്തിൻ്റെ ഒരു സ്വപ്നം നിങ്ങൾ മുറുകെ പിടിച്ചാൽ, നിങ്ങൾ ഭൂമിയുടേതായിട്ടുള്ളതെല്ലാം ദൈവം അങ്ങോട്ട് എടുത്തു മാറ്റും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൂർവ്വപിതാവായ ജോസഫ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബം പോയി, അദ്ദേഹത്തെ അടിമയായി വിറ്റു. സഹോദരങ്ങൾ ആരും കൂടെയില്ല, അപ്പനെ കാണാൻ പറ്റാതെയായി, അന്യദേശത്തേക്ക് വിൽക്കപ്പെട്ടു. നിങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അതിനുശേഷം ഈജിപ്തിലേക്ക് അടിമയായി വിൽക്കപ്പെട്ടു. ഫറവോയുടെ കാവൽപ്പട നായകൻ്റെ പൊത്തീഫർ എന്ന് പറഞ്ഞ കാവൽ സേന നായകൻ്റെ ഒരു വീട്ടിലൊരു അടിമയായി അവൻ എത്തിച്ചേർന്നു. അവൻ്റെ സ്വന്തക്കാരില്ല, ബന്ധുക്കളില്ല, മിത്രങ്ങളില്ല, കൂട്ടുകാരില്ല, നാട്ടുകാരില്ല, ആരുമില്ല. അവനെ മാത്രം ദൈവം അവിടെ നിന്ന് മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഒന്നുമില്ല, അവകാശപ്പെടഞ്ഞ ഒന്നുമില്ല. അങ്ങനെ ഒരു അടിമയായി, അവകാശങ്ങളില്ല, അഡ്രസ്സില്ല, സ്ഥാനമാനങ്ങളില്ല, പേരില്ല, പെരുമയില്ല, സ്വന്തമായി ഭൂമിയില്ല, ഒന്നുമില്ല. അങ്ങനെ അടിമയായി മാറി. അവിടെ നഷ്ടപ്പെടുത്തിയവർ കുറച്ച് പേര് വിഷമിച്ചിരിക്കുന്നവരുണ്ട്. നിങ്ങൾ ഇത്രയൊന്നും ആയിട്ടില്ല, കുറച്ചൊക്കെ പോയിട്ടുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വിഷമിക്കരുത്. കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് മുമ്പേ നഷ്ടപ്പെടുത്തിയവർ ധാരാളം പേരുണ്ട്. അപ്പോൾ ജോസഫ് ഇതുപോലെ ഒന്നുമില്ലാതെ, അഡ്രസ്സ് പോലും ഇല്ലാത്തതായി മാറി. ജോസഫിൻ്റെ സ്വന്തമായൊരു അഡ്രസ്സില്ല. അങ്ങനെ ജോസഫ് ഇരിക്കുന്ന സമയത്താണ് അവിടെ പൊത്തിഫറിൻ്റെ ആ കുടുംബത്തിലൊരു ഇഷ്യൂ ഉണ്ടായി. ഇഷ്യൂവിൽ പൊത്തിഫർ അല്ലെങ്കിൽ ഈ ജോസഫ് കക്ഷി അല്ലെങ്കിൽ ജോസഫ് പങ്കാളി അല്ലെങ്കിലും ഒരു ദൈവ പൈതലിൻ്റെ ഒരു വീഴ്ച കാരണം എന്തായി, ജോസഫിൻ്റെ സർവ്വമാനവും നഷ്ടപ്പെട്ടു. ജോസഫിൻ്റെ തുണിയാണെങ്കിൽ അവളുടെ കയ്യിലുമായി. Praise the Lord. Hallelujah. എന്നിട്ട് ഞാൻ വായിക്കുന്ന ഇങ്ങനെയാണ്, 39-ാം അധ്യായത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, യജമാനൻ വീട്ടുടമസ്ഥൻ അല്ലെങ്കിൽ കാവൽപ്പട നായകനായ പൊത്തീഫർ വരുന്നത് വരെ പൊത്തീഫറിൻ്റെ ജീവിത പങ്കാളി ആ തുണിയും പിടിച്ചുകൊണ്ടിരുന്നു. ജോസഫ് അപ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അദ്ദേഹം വരണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത്രയും ദിവസം മാനസിക സംഘർഷത്തിലാണ്. കാരണം ജോലിക്കാരെല്ലാവരും അറിഞ്ഞു,
എന്ത് ജോസഫ് അക്രമം കാണിച്ചു എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. സൽപ്പേര് മുഴുവൻ പോയി. ദൈവ പൈതൽ എന്ന നിലയിൽ അങ്ങനെ നന്നായി പ്രാർത്ഥിച്ചൊക്കെ വരികയായിരുന്നു. അപ്പോൾ ഈ പ്രാർത്ഥന മുഴുവൻ തട്ടിപ്പാണെന്ന് കംപ്ലീറ്റ് പാട്ടായി. ഇദ്ദേഹം ഒരു വലിയൊരു വഞ്ചകനാണ്, ഒരു ഉഡായിപ്പാണെന്ന് സർവ്വരും പറയാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഇദ്ദേഹവും ദൈവവും മാത്രം, ജോസഫും ദൈവവും മാത്രം, ബാക്കി ഒരൊറ്റ മനുഷ്യൻ ഇദ്ദേഹത്തെ മനസ്സിലാക്കാൻ ആ രാജ്യത്തില്ല. അത് ഈജിപ്തിൽ കിടക്കുകയാണ്, ഒരു മനുഷ്യനില്ല മനസ്സിലാക്കാനായിട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇദ്ദേഹത്തിന് വേണ്ടി വാദിക്കാനോ ഒരു വാക്ക് ഇദ്ദേഹത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനോ ഒരു മനുഷ്യനില്ല. അദ്ദേഹം ഈജിപ്തിലാണ്, അദ്ദേഹം കാവൽപ്പട നായകൻ്റെ ഭവനത്തിലാണ് ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത്. എല്ലാവരും എതിര്. എങ്കിലും അദ്ദേഹം ദൈവത്തെ മുറുകെ പിടിച്ചു. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ദൈവത്തിൻ്റെ കണ്ണുകളുടെ മുമ്പിൽ ഞാൻ എങ്ങനെ പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ വലിയൊരു വിചാരം എന്താണെന്നറിയാവോ? അദ്ദേഹത്തിൻ്റെ വലിയൊരു വിചാരം, അദ്ദേഹം കാഴ്ച കൊണ്ട് ജീവിക്കുന്നവനായിരുന്നില്ല. അദ്ദേഹം കാഴ്ചയ്ക്കും അപ്പുറത്ത് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനത്തെ നോക്കി ജീവിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹം ദൈവത്തെ നോക്കി ജീവിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹം വിശ്വാസത്താൽ ജീവിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹം വിശ്വാസം വഴി ഈ കാഴ്ചയ്ക്കും അപ്പുറത്തൊരു രാജ്യത്തെ മുന്നിൽ കണ്ടൊരു വ്യക്തിയാണ് ജോസഫ് എന്ന് പറഞ്ഞ മനുഷ്യൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കേൾക്കുന്നുള്ള സുവിശേഷ പ്രസംഗങ്ങളോ നമുക്ക് കിട്ടിയുള്ള വേദപാഠങ്ങളോ നമുക്ക് കിട്ടിയുള്ള ഒരു ഇവാഞ്ചലൈസേഷൻ പ്രോഗ്രാം ജോസഫിന് കിട്ടിയിട്ടില്ലെങ്കിലും ജോസഫിൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്ത പരിശുദ്ധാത്മാവ് ജോസഫിനെ ഇതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. വേറെ വാക്കി പറഞ്ഞാൽ, നിങ്ങൾ കർത്താവിൽ നിന്നൊരു സ്വപ്നം സ്വീകരിച്ചാൽ, കർത്താവിൻ്റെ ഒരു പ്രചോദനം സ്വീകരിച്ചാൽ അതിനുവേണ്ടി ബോൾഡായിട്ട് മുറുകെ പിടിക്കണം. ധൈര്യം വേണം. ധൈര്യമുള്ളവരുടെ കൂടെയാണ് കർത്താവ് പ്രവർത്തിക്കുകയുള്ളൂ. ധൈര്യമുള്ളവരുടെ കൂടെ കർത്താവ് പ്രവർത്തിക്കുകയുള്ളൂ. ധൈര്യമുള്ളവരുടെ കൂടെ മാത്രമേ കർത്താവ് മുമ്പോട്ട് സുവിശേഷ വേലയിൽ കൈപിടിച്ച് കൊണ്ടുപോവുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന എല്ലാ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ എല്ലാ മക്കളും ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ധൈര്യം. ദൈവം നിരോധിക്കുന്നൊരു കാര്യമാണ് ഭീരുത്വം. മറ്റുള്ളവരെന്ത് പറയും, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് നഷ്ടപ്പെടുവോ, ഞാൻ നശിച്ചു പോകുമോ, ഞാൻ ഇനി ഒന്നുമില്ലാതാവുമല്ലോ, ഒന്നും പേടിക്കേണ്ട, ദൈവം കൂടെയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധൈര്യമുള്ളവരുടെ കൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ജോസഫ് കാഴ്ച കൊണ്ട് നോക്കിയാൽ, മാനുഷികമായി നോക്കിയാൽ ഒന്നുമില്ല, എല്ലാം തകർന്ന് തരിപ്പണായി. അപ്പനില്ല, സഹോദരങ്ങളില്ല, വീട്ടുകാരില്ല, ബന്ധുക്കളില്ല, അഡ്രസ്സില്ലെന്നോട്ട് ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഇനി വരാൻ പോണ വിപത്ത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. യജമാനം വന്നിട്ടില്ല. അദ്ദേഹം തുണി പിടിച്ചാണ് നിൽക്കുകയാണ്. ഇദ്ദേഹം ഇങ്ങനെ കുറ്റവാളിയായിട്ട് ഒരു മുറിയിൽ എവിടെയെങ്കിലും ഇങ്ങനെ ദൈവത്തെ വിളിച്ച് കഴിയണ്ട. പ്രാർത്ഥനയ്ക്ക് പോലും ഉത്തരമില്ലാത്ത നാളുകളാണത്. സ്വപ്നം തന്ന ദൈവത്തെ കാണാനില്ല, ദൈവം മറുപടി തരുന്നില്ല. നീണ്ട നിശബ്ദതയിൽ ജോസഫ് ആ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. യജമാനം വരണവരെ എന്തൊക്കെയാണ് സംഭവിക്കുന്ന അറിയാതെ അവ്യക്തത, അസന്നിഗ്ധാവസ്ഥ, മാനസിക സംഘർഷങ്ങൾ, സ്ട്രെസ്സ്, ടെൻഷൻ, ഇതെല്ലാത്തിലൂടെ ജോസഫ് കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴും ജോസഫ് ഒരു കാര്യം പറഞ്ഞു, കണ്ണുകൊണ്ട് കാണുന്നതല്ല സത്യം, ദൈവമാണ് സത്യം. കണ്ണുകൊണ്ട് കാണുന്നതല്ല സത്യം, ദൈവം നൽകിയ വാഗ്ദാനമാണ് സത്യം. കണ്ണുകൊണ്ട് കാണുന്നതല്ല സത്യം, ദൈവത്തിൻ്റെ ആത്മാവ് കാണിച്ചു തരുന്ന ഒരു എൻഡുണ്ട്, ഒരു രാജ്യമുണ്ട്, ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് പറയണതാണ് സത്യം എന്ന് പറഞ്ഞ് ജോസഫ് നോ കോംപ്രമൈസ്. ലോകത്തോട് ഒരിക്കലും കോംപ്രമൈസിന് പോയില്ല. ലോകത്തോട് ഒരിക്കലും കോംപ്രമൈസ് ചെയ്തില്ല. ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രം നിലകൊണ്ടു, ദൈവത്തിൻ്റെ പ്രചോദനത്തിന് വേണ്ടി മാത്രം നിലകൊണ്ടു. ദൈവത്തിൻ്റെ പ്രചോദനം, ദൈവം തന്ന ബോധ്യം, ദൈവം തന്ന കാഴ്ചപ്പാട്, ദൈവം തന്ന മൂല്യം, ദൈവം തന്ന വഴികൾ, അതിനുവേണ്ടി മാത്രം നിലകൊണ്ടു, അതിനുവേണ്ടി മാത്രം മുറുകെ പിടിച്ചു, അതിനുവേണ്ടി മാത്രം അദ്ദേഹം ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. നീണ്ട നിശബ്ദത, നീണ്ട ഏകാന്തത, നീണ്ട പരിത്യക്താവസ്ഥ, ഉത്തരമില്ലാത്ത പ്രാർത്ഥനകൾ, ഉത്തരമില്ലാത്ത ദിവസങ്ങൾ, ആരുമില്ലാത്ത കടുത്ത അനാഥത്വമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ജോസഫ് ഒരു ഇഞ്ച് ലോകത്തോട് കോംപ്രമൈസ് ചെയ്തില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പരാജയം, ഒരു പ്രതിസന്ധി വന്നു, കുറച്ച് നാൾ നോക്കും, തഞ്ചക്കേടാണെന്ന് കണ്ടാൽ, പാലക്കാട് ഭാഷയിൽ പറഞ്ഞാൽ തഞ്ചക്കേടാണെന്ന് കണ്ടാൽ പിന്നെ നിർവാഹമില്ലെങ്കിൽ നീതിമാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞൊരു പോക്കാണ്. നോ കോംപ്രമൈസ് വിത്ത് ദിസ് വേൾഡ്. ഈ ലോകത്തിൻ്റെ സ്വഭാവം എന്താണ്? ക്രിസ്തുവിനോടുള്ള ശത്രുത നിലനിർത്തിക്കൊണ്ട് ക്രിസ്ത്യാനികളെ ലോകത്തിൻ്റെ മിത്രമാക്കി മാറ്റും. ലോകം നമ്മളറിയാതെ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കും, നമ്മളറിയാതെ തന്നെ നമ്മുടെ മിനിസ്ട്രിയിലേക്ക് പ്രവേശിക്കും, നമ്മളറിയാതെ തന്നെ നമ്മുടെ എല്ലാ സംവിധാനങ്ങളും പ്രവേശിച്ച് ക്രിസ്തുവിനോടുള്ള ശത്രുത നിലനിർത്തിക്കൊണ്ട് ലോകം ക്രിസ്തീയ കുടുംബങ്ങളെയും ക്രിസ്ത്യാനികളെയും ലോകത്തിൻ്റെ മിത്രമാക്കി മാറ്റും. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. എന്നാൽ ജോസഫ് പറഞ്ഞു, നോ,
ലോകത്തോട് കോംപ്രമൈസ് ഇല്ല. ദൈവത്തിൻ്റെ സ്വപ്നത്തോട് മാത്രമേ എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉള്ളൂ. അങ്ങനെ അതിന് നിലകൊണ്ടു. യജമാനൻ വന്നു. യജമാനൻ അദ്ദേഹത്തെ കൊണ്ടുപോയി രാജാവിൻ്റെ തടവുകാരെ പാർപ്പിക്കുന്ന കിരാതമായ രാജ്യദ്രോഹികളുടെ തടവറയിൽ, ജയിലിൽ പാർപ്പിച്ചു. 1-2 വർഷമല്ല, 13 വർഷങ്ങൾ. 13 വർഷങ്ങൾ. ഇനി എന്നെങ്കിലും ലോകം കാണുമെന്ന് ഒരു പ്രതീക്ഷയില്ല. ലോകം കാണുമെന്ന്. പക്ഷേ ജോസഫ് അവിടെ ഇരുന്നു. ജോസഫാണ് കാഴ്ചയാൽ നയിക്കപ്പെടുന്നൊരു വ്യക്തിയാണെങ്കിൽ 7 പണ്ടേ എല്ലാത്തിനോടും കോംപ്രമൈസ് ചെയ്ത് നല്ല ജീവിതം ബിൽഡപ്പ് ചെയ്യാൻ ജോസഫിന് പറ്റും. നല്ല ബുദ്ധിയുണ്ട്, നല്ല കഴിവുണ്ട്, നല്ല സ്വീകാര്യനായ വ്യക്തിയാണ്. കോംപ്രമൈസിന് ശ്രമിക്കുകയാണെങ്കിൽ വളരെ വളരെ എളുപ്പമുണ്ട്. എന്നാൽ ജോസഫ് ഒരു കോംപ്രമൈസിന് പോയില്ല. Praise the Lord. Praise the Lord. Hallelujah. 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 ജോസഫ് പറഞ്ഞു ദൈവത്തിൽ നിന്നുള്ളത് മാത്രം. ഒരു പക്ഷേ പൊത്തിഫറിൻ്റെ ഭാര്യ പല കോംപ്രമൈസിനും ആളെ വിട്ട് കാണുമായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ലോകമല്ലേ, ലോകത്തിൻ്റെ മിത്രമാക്കാൻ ശ്രമിക്കാതിരിക്കുമോ? പല കോംപ്രമൈസും പല ഓഫറും കൊടുത്തു വിട്ടിട്ടുണ്ടാവും. വരുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ കോംപ്രമൈസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ദൈവത്തിൽ നിന്ന് വരുന്ന ഉയർച്ചയല്ലാത്ത ഒരു ഉയർച്ചയും വേണ്ട എന്ന് കോംപ്രമൈസ് ഇല്ലാതെ നിലപാടെടുത്ത വ്യക്തിയാണ് ദൈവത്തിൻ്റെ സ്വപ്നം സ്വീകരിച്ച ജോസഫ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോസഫ് അതിന് ദൈവത്തിന് വേണ്ടി വില കൊടുത്തു. ജോസഫിൻ്റെ സൽപ്പേര് നഷ്ടപ്പെട്ടു, ജോസഫിൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു, ഫ്യൂച്ചർ നഷ്ടപ്പെട്ടു, ജോലി നഷ്ടപ്പെട്ടു, വരുമാനം നഷ്ടപ്പെട്ടു. അവൻ 13 വർഷം ജയിലിൽ കിടന്നു. 13 വർഷം ജയിലിൽ കിടന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്. അതായത് 105-ാം സങ്കീർത്തനത്തിൽ 18-ാം തിരുലിഖിതം, ചങ്ങലകൾ കൊണ്ട് അവൻ്റെ കാലുകൾ മുറിഞ്ഞു, ഇരുമ്പ് പട്ട അവൻ്റെ കഴുത്തിൽ മുറുകി. അമേരിക്കയിൽ നിന്ന് ഇല്ലീഗൽ മൈഗ്രൻസിനെ പിടികൂടി അവരെ കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ചില ചിത്രങ്ങൾ കണ്ടിട്ടുള്ളൂ, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അവരെ കയ്യിൽ 2 ചങ്ങലയിടും, പിന്നെ കാലിലും ചങ്ങലയിടും, പിന്നെ കഴുത്ത് ചങ്ങലയിടുമെന്ന് അറിഞ്ഞുകൂടാ. എന്നിട്ട് ഒരു ജയിലിൽ കൊണ്ട് പാർപ്പിക്കും. അതിന് ശേഷം ഒരു ഫ്ലൈറ്റിൽ നിറച്ച ആളായി കഴിയുമ്പം അതുങ്ങൾ ആ ചങ്ങലയോടുകൂടെ തന്നെ, അത് ഏത് രാജ്യമാണ് രാജ്യത്തേക്ക് മൂത്രം ഒഴിക്കാൻ പോലും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ വിടുന്നതായിട്ട്, മനുഷ്യാവകാശം നമ്മൾ വിഷയമുള്ള കാര്യമല്ലെന്ന് തോന്നുന്നത്, വിടുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ചങ്ങലയ്ക്ക് കൊണ്ട് ഇടുമെന്ന് പറഞ്ഞത്, ചങ്ങലയ്ക്കിട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഇല്ലീഗൽ മൈഗ്രൻസിന്. നിങ്ങൾ പേടിക്കേണ്ട, ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വഴി ദൈവത്തെ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പം അതേപോലെ ജോസഫിൻ്റെ 2 കൈകളിലും ചങ്ങല, ജോസഫിൻ്റെ 2 കാലുകളിലും ചങ്ങല, കഴുത്തിൽ ഇരുമ്പ് പട്ട. 13 വർഷം ഇരുമ്പ് പട്ട. നിങ്ങളൊരു എരുമയ്ക്ക് മൂക്കേറിട്ട് കഴിഞ്ഞാൽ 13 വർഷം കഴിഞ്ഞ് മൂക്കെല്ലാം അങ്ങോട്ട് കൂടി ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിലായിട്ടുണ്ടാവും. മൂക്കേറിട്ട് എരുമേനെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ 13 വർഷം ഇരുമ്പ് പട്ട കറന്ന കഴുത്ത് പുണ്ണ് വന്ന് നിറഞ്ഞു എന്നാണ് പറയുന്നത്. കൈവിലങ്ങൾ കൊണ്ട് കാലുകൾ മുറിഞ്ഞു, ഇരുമ്പ് പട്ട കഴുത്തിൽ മുറുകി, കഴുത്ത് മുഴുവൻ പുണ്ണായി. 13 വർഷം കയ്യും കാലും കഴുത്തും എല്ലാം അങ്ങനെയായി. പ്രാർത്ഥനയ്ക്കൊന്നും ഒരു ഉത്തരയില്ല. എന്ന് രക്ഷപ്പെടുന്ന ഒരു പ്രതീക്ഷയില്ല. പക്ഷേ യോസഫ് പറഞ്ഞ് എൻ്റെ ഫ്യൂച്ചർ നഷ്ടപ്പെടുത്തി, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തി, എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തി, എല്ലാം നഷ്ടപ്പെടുത്തിയാലും ഞാൻ ഒരു കാര്യം മാത്രം നഷ്ടപ്പെടുത്തില്ല, ഞാൻ ദൈവം തന്ന സ്വപ്നം നഷ്ടപ്പെടുത്തില്ല. ദൈവം ഉണ്ട്, ദൈവമാണ് സത്യം. കണ്ണുകൊണ്ട് കാണുന്ന ഈ ജയിലോ, കണ്ണുകൊണ്ട് കാണുന്ന ഇരുട്ടറയോ, കണ്ണുകൊണ്ട് കാണുന്ന ഈ തിരസ്കരണമോ, ആരുമില്ലാത്ത അവസ്ഥയോ, ഒരാൾ പോലും വാദിക്കാനുള്ള അവസ്ഥയോ, ഇനി പുറലോകം കാണുമെന്നൊരു പ്രതീക്ഷയില്ല, ജാമ്യം എടുക്കാൻ ആരുമില്ല. ഇതൊന്നും അല്ല സത്യം. ദൈവമാണ് സത്യം. ദൈവമുണ്ട്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട്, ദൈവം എനിക്ക് സ്വപ്നം തന്നിട്ടുണ്ട്, അതേ നടക്കുകയുള്ളൂ, ബാക്കിയെല്ലാം അസ്ഥിരമാണ്, അത് മാഞ്ഞു പോകും എന്ന് ജോസഫ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അതാണ് പറയണത്, കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നോട്ട് ബൈ ഫെയ്ത്ത്, നോട്ട് ബൈ സൈറ്റ് ബട്ട് ബൈ ഫെയ്ത്ത്. കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ഞങ്ങൾ നയിക്കപ്പെടുന്നത്. ജോസഫ് അങ്ങനെ തടവറയിൽ കിടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിനൊരു സമയമുണ്ട്. എല്ലാറ്റിനും ദൈവത്തിനൊരു സമയമുണ്ട്. നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം, നമ്മുടെ പദ്ധതികളല്ല ദൈവത്തിൻ്റെ പദ്ധതികൾ, നമ്മുടെ വിചാരത്തെ പോലെ അല്ല ദൈവത്തിൻ്റെ വിചാരം. ദൈവത്തിൻ്റെതായ വഴികളുണ്ട്, ദൈവത്തിൻ്റെ സമയമുണ്ട്, ദൈവത്തിൻ്റെതായ ചിന്തകളുണ്ട്. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ചിന്തകളും വഴികളും മനുഷ്യൻ്റെ ചിന്തകളും വഴികളേക്കാൾ ഉന്നതമത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സമയത്ത് ജോസഫിനെ സന്ദർശിച്ചു. ജോസഫ് അപ്പോഴും വിശ്വസ്തനായി അവിടെ ഇരിക്കുകയാണ്, ദൈവത്തെ കാത്തിരിക്കുകയാണ്. തടവറയിൽ
ഇരുട്ടറയിൽ ആരുമില്ലാതെ പരിത്യക്തനായി ഒരാൾ പോലും ഇല്ലാതെ എല്ലാം നഷ്ടപ്പെട്ടവനായിരിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ, ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ, ദൈവത്തോട് വിശ്വസ്തത തെളിയിച്ച മനുഷ്യൻ. വെറുതെ ആഗ്രഹം പോരാ, വെറുതെ ആഗ്രഹം പോരാ. ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തുന്നവരുണ്ടോ, ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് കർത്താവ് സ്വർഗത്തിൽ നിന്ന് ചിക്കാഗോയിലേക്ക് നോക്കുന്നു. സങ്കീർത്തന പുസ്തകത്തിൽ 53-ാം അധ്യായത്തിൽ 2-ാം തിരുലിഖിതം, ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. ദൈവത്തിന് വേണ്ടി വിശ്വസ്ത പുലർത്തി, ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തി, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അവരിലൂടെയാണ് ദൈവരാജ്യത്തിന്റെ പദ്ധതികൾ മുന്നോട്ട് പോവുകയുള്ളൂ. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ജോസഫ് അതാ ഇരുട്ടറയിൽ മൂല ഇരിക്കുകയാണ്. ഒരു വെളിച്ചമില്ല, ഒരാളുമില്ല, സംസാരമില്ല, കഴുത്തെല്ലാം മുറിഞ്ഞ്, കൈകാലുകൾ മുറിഞ്ഞ്, മെഡിസിൻ ഇല്ല, ഒന്നുമില്ല, ഇരിക്കുകയാണ്. നമ്മുടെ ചെറിയൊരിതുണ്ടായത് തന്നെ എത്രമാത്രം ഓയിൽമെൻറ്റും എത്രമാത്രം. പ്രൈസ് ദി ലോർഡ്, Praise the Lord. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പോൾ ദൈവം വന്നു, ദൈവം അവനെ സന്ദർശിച്ചു. ഈജിപ്തിലെ 2ാമത്തെ ഭരണാധികാരി, ജോസഫിനെ കിരീടത്തിൽ അവിടെ ഇരുത്തിയത്, ജോസഫിനെ രഥത്തിൽ ഇരുത്തിയിട്ട് ജോസഫിൻ്റെ രഥം പോകുന്നതിന് മുമ്പേ ഈജിപ്തുകാർ ഓടി നടന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, ഇതാ 2ാമത്തെ ഭരണാധികാരി, അല്ലെ 2ാം ഭരണാധികാരി, ഫറവോ കഴിഞ്ഞ അടുത്തയാൾ. അതുപോലെ ദൈവം ജോസഫിനെ ഈജിപ്തിൽ ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. Praise the Lord. കണ്ണുകൊണ്ട് കാണുന്നതല്ല സത്യം, ദൈവത്തിൻ്റെ വചനമാണ് സത്യം. കണ്ണുകൊണ്ട് കാണുന്നതല്ല സത്യം, ദൈവമാണ് സത്യം. കണ്ണുകൊണ്ട് കാണുന്നതല്ല സത്യം, നമ്മൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വാഗ്ദാനങ്ങളാണ് സത്യം. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah.